പ്രതികാരം ചെയ്യുന്നവരോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. പ്രഭാഷകൻ 28-ാം അധ്യായം 1-ാം വാക്യം. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. സ്നേഹമുള്ളവരെ, വചനം തരുന്ന ഒരു പാഠം എന്താണെന്നറിയാവോ? പ്രതികാരം ദൈവത്തിൻ്റെതാ. നീ പ്രതികാരത്തിന് ഇറങ്ങിയാൽ നിന്നോട് ദൈവം പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല, ഓർമ്മയിലുണ്ടാകും. അത് പലിശ സഹിതം അത് നിൻ്റെ മേൽ വന്ന് വിധിക്കും. അപ്പോൾ ഒരു കാലത്തും അതിൽ നിന്ന് നിനക്ക് ഒഴിവ് കഴിവ് ഇല്ല എന്നർത്ഥം. ദൈവ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും നിൻ്റെ പ്രതികാര അനുഭവങ്ങൾ. നീ ആരോടൊക്കെ ഏതവസ്ഥയിൽ എങ്ങനെ പെരുമാറി എന്ന് നീ വിചിന്തനം ചെയ്യേണ്ട, ആലോചിക്കേണ്ട, പരിശോധിക്കേണ്ട ദിനങ്ങളാണ് ഇത്. സ്നേഹമുള്ളവരെ, പ്രതികാരം അത് ദൈവത്തിന് വിട്ടേക്കുക. അത് നിൻ്റെ സന്തോഷവും നിൻ്റെ കൃപകളും ചോർത്തിക്കളയുക മാത്രമേ ഉള്ളൂ. നിൻ്റെ സന്തോഷങ്ങൾ, നിൻ്റെ സൗഭാഗ്യങ്ങൾ, നിൻ്റെ താല്പര്യങ്ങൾ, നിൻ്റെ ബഹുമാനങ്ങൾ, നിൻ്റെ ജീവിതത്തിൽ നീ കെട്ടിപ്പൊക്കിയ എല്ലാം തച്ചുടയ്ക്കുന്നവനോട് നീ പ്രതികാരത്തിനായി ഇറങ്ങുമ്പോൾ നീ വീണ്ടും തകരുകയാണെന്ന് ഓർക്കണം. പ്രതികാരം ദൈവത്തിന് വിട്ടേക്കുക. നീ അനുഗ്രഹത്തിൻ്റെ വഴിയെ നടക്കുക. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.